ജേണൽ എൻട്രി ഇനി വളരെ എളുപ്പമാണ്. നിങ്ങളോട് കൂടെയുണ്ട് ലിബാൻ സാർ. വെൽക്കം ടു എഡ്യൂപോർട്ട്. നിങ്ങളുടെ ഓണപരീക്ഷയായാലും ക്രിസ്മസ് എക്സാം ആയാലും മോഡൽ എക്സാം ആയാലും ഫൈനൽ എക്സാം ആയാലും തീർച്ചയായിട്ടും നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അടിക്കടി കാണുന്ന ഒരു ക്വസ്റ്റ്യനാണ് ജേണൽ എൻട്രി ക്വസ്റ്റ്യൻ. എങ്ങനെയാണ് ജേണൽ എൻട്രി ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുക? അതിനു മുൻപ് ഈ ഒരു ജേണൽ എൻട്രി പഠിച്ചാൽ മാത്രമേ +1 +2 ഡിഗ്രി ഏത് ഫീൽഡിൽ നിങ്ങൾ കൊമേഴ്സ് എടുക്കുകയാണെങ്കിലും നിങ്ങൾക്ക് കൊമേഴ്സിൻ്റെ ബേസ് സൃഷ്ടിക്കണമെങ്കിൽ, ബേസും ഫൗണ്ടേഷനും സ്ട്രോങ് ആക്കണമെങ്കിൽ ഈ ജേണൽ എൻട്രിയുടെ കംപ്ലീറ്റ് തിയറിയും പ്രോബ്ലംസും നമ്മൾ പഠിച്ചേ തീരുള്ളൂ. സോ വളരെ എളുപ്പത്തിൽ ജേണൽ എൻട്രി എങ്ങനെ പഠിക്കാം, ഈസി ജേണൽ എൻട്രിയിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. ആദ്യമായി നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻസ് നമ്മൾ അനലൈസ് ചെയ്തിരിക്കണം. എന്താ അനലൈസ് ചെയ്യുക? ഇത് എന്ത് തരം ട്രാൻസാക്ഷൻസ് ആണ്, ഈ ട്രാൻസാക്ഷൻസിൽ എന്തെല്ലാം ഘടകങ്ങളുണ്ട്, എന്താണ് ഈ ഒരു ട്രാൻസാക്ഷൻസിൽ ഉണ്ടാകുന്ന എഫക്റ്റുകൾ എന്ന് നമ്മൾ ആദ്യം അനലൈസ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഒരു പേന വാങ്ങുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? ഒരു പേന വാങ്ങുമ്പോൾ ആ പേനയുടെ ക്യാഷ് കൊടുക്കുന്നു, ആ ക്യാഷ് കൊടുക്കുമ്പോൾ എനിക്ക് പേന ലഭിക്കുന്നു. സോ ഒരു ഗിവ് ആസ്പെക്റ്റ് ആയ ക്യാഷ് കൊടുക്കുന്നു, ഒരു പേന ലഭിക്കുന്നു. സോ കണ്ടില്ലേ, ഓരോ ട്രാൻസാക്ഷനും രണ്ട് എഫക്റ്റുകൾ ഉണ്ടാകും അല്ലേ? സോ ആ ഒരു ട്രാൻസാക്ഷൻസിന് ആ രണ്ട് എഫക്റ്റ്, ആ രണ്ട് ആസ്പെക്റ്റ് നമ്മൾ പഠിക്കുക എന്നുള്ളത് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രൈമറി ആയിട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത്. സോ ഈ ഒരു എഫക്റ്റുകളെ, ഈ ഒരു ഘടകങ്ങളെ നമുക്ക് എന്ത് ചെയ്യാം? 5 രീതിയിൽ എന്ത് ചെയ്യാം? നമുക്ക് സെഗ്രിഗേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നാമത്തേതാണ് അസറ്റ്, രണ്ടാമത്തത് എക്സ്പെൻസ്, മൂന്നാമത്തത് ഇൻകം, നാലാമത്തത് ക്യാപിറ്റൽ, 5 ലയബിലിറ്റി. ഇത് വളരെ ഈസി ആയിട്ട് പഠിക്കാൻ വേണ്ടി ഞാൻ നിങ്ങൾക്കൊരു കോഡ് പറഞ്ഞു തരാം. എന്താണ്? AEICL. എന്താ മക്കളെ? AEICL. സോ അറിയാലോ. സോ AEICL ഒരു 3 തവണ അല്ലെങ്കിൽ 5 തവണ നിങ്ങൾ കാണാപ്പാഠം പറഞ്ഞാൽ എന്ത് ചെയ്യും? ഇത് നിങ്ങളുടെ മനസ്സിൽ എന്ത് ചെയ്യും? അതങ്ങ് പതിയും. എന്താണ് AEICL? എന്താ AE എന്ന് പറഞ്ഞാൽ? അസറ്റും അതുപോലെ തന്നെ എക്സ്പെൻസ് ആണ്. ICL എന്ന് പറഞ്ഞാൽ ഇൻകം, ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി ആണ്. അതെന്താ AE ആൻഡ് ICL ഇത് രണ്ടും വേഴ്സസ് എന്ന് പറയുന്നത്? കാരണം AE അസറ്റോ എക്സ്പെൻസോ ആണ് സംഭവിക്കുന്നത് എങ്കിൽ അതിനെന്ത് ചെയ്തിരിക്കണം? ഡെബിറ്റ് ചെയ്യണം. എന്താണ്? അസറ്റോ എക്സ്പെൻസോ സംഭവിക്കുകയോ അല്ലെങ്കിൽ അസറ്റോ എക്സ്പെൻസോ വർദ്ധിക്കുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ അസറ്റോ എക്സ്പെൻസോ ഡിക്രീസ് ചെയ്യുമ്പോൾ, കുറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ ക്രെഡിറ്റ് ചെയ്തിരിക്കണം. ഇനി ഇൻകം, ക്യാപിറ്റൽ ആൻഡ് ലയബിലിറ്റി, ഈ ICL ഉള്ള ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി ഇത് വർദ്ധിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം? ക്രെഡിറ്റ് ചെയ്യണം. അത് കുറയുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. അപ്പോൾ AEയുടെ ഓപ്പോസിറ്റ് ആണ് ICL. എന്താണ്? അസറ്റ് എക്സ്പെൻസ് വർദ്ധിക്കുമ്പോൾ, ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണം. ഡിക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ക്രെഡിറ്റ് ചെയ്യണം. ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി ഇൻക്രീസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റും, ഡിക്രീസ് ചെയ്യുമ്പോൾ ഡെബിറ്റ് ചെയ്യണം. ഇനി മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഈ ഒരു രീതിയിൽ പഠിച്ചില്ലെങ്കിൽ മറ്റൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. എന്താണ്? ഡീലർ. എന്താ ഡീലർ എന്ന് പറഞ്ഞാൽ? ഞാൻ എന്ത് ചെയ്യാം? പിന്നീട് പറഞ്ഞുതരാം. അതൊരു മറ്റൊരു ഐഡിയാസ് ആണ്. സോ നമുക്ക് നോക്കാം, എന്താണ് അസറ്റ് എന്ന് പറഞ്ഞാൽ? ബിസിനസ്സിൽ നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഉണ്ടല്ലോ, അതിനാണ് അസറ്റ് എന്ന് പറയുന്നത്. ബാങ്കിലുള്ള ബാലൻസ്, കാറ്, മെഷീനറി, പ്ലാന്റ് ഇതെല്ലാം ഇതിൽ പെടും, അസറ്റിൽ പെടും. എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ചിലവുകൾ ഉണ്ടാവില്ലേ? സാലറി കൊടുക്കുന്നത്, റെൻറ്റ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ കമ്മീഷന്, ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. നമ്മൾ സാധനം വാങ്ങുമ്പോൾ പർച്ചേസ് അല്ലേ, സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നത് അതൊരു ചിലവല്ലേ? സാധനം അഥവാ വിൽക്കാനുള്ള വസ്തുക്കൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത് എന്താണ്? എക്സ്പെൻസ് ആണ്. അപ്പോൾ നമ്മളൊരു കാറ് വാങ്ങുമ്പോൾ അത് എക്സ്പെൻസ് അല്ല, അത് അസറ്റിലാണ് പെടുന്നത്. നമ്മളൊരു ബിൽഡിംഗ് വാങ്ങുമ്പോൾ അത് അസറ്റിലാണ് പെടുന്നത്. അപ്പം എക്സ്പെൻസും അസറ്റ് നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു സെപ്പറേഷൻ നമ്മൾ കണ്ടിരിക്കണം. അടുത്തത് ഇൻകം ആണ്, നമ്മുടെ വരുമാനം, നമ്മുടെ വിൽപ്പന, സെയിൽസ് ആണ് നമ്മുടെ വരുമാനം എന്ന് പറയുന്നത്. ബാങ്കിലേക്ക് ഇൻട്രസ്റ്റ് വന്നാൽ, കമ്മീഷൻ ലഭിച്ചാൽ, ബോണസ് അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും റെൻറ്റ് റിസീവ് ചെയ്താൽ, നമ്മളൊരു ബിൽഡിങ്ങിൻ്റെ ഓണർഷിപ്പ് ഉണ്ട്. സോ ആ ബിൽഡിങ്ങിൽ നിന്ന് കിട്ടുന്ന ഒരു വരുമാനമല്ലേ റെൻറ്റ്. സോ അതൊക്കെ എന്താണ്? ഇൻകമായി കണക്കാക്കണം. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓണർ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത ഐറ്റത്തിനാണ് എന്ത് പറയുന്നത്? ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അഥവാ ഓണർ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ബിസിനസ് വലുതാക്കാൻ വേണ്ടിയിട്ടോ ബിസിനസ് ഒരു ആവശ്യത്തിന് വേണ്ടി പൈസ ഇൻവെസ്റ്റ് ചെയ്താൽ അതിന് ക്യാപിറ്റൽ എന്ന് പറയും. ഈ ക്യാപിറ്റലിന് മറ്റൊരു കാര്യം എന്താണ്? ഡ്രോയിങ്സ് എന്ന് പറയും. എന്താ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്? ഈ ഇൻവെസ്റ്റ് ചെയ്ത ക്യാപിറ്റലിൽ നിന്ന് ഓണർ പിൻവലിക്കുന്നുണ്ടെങ്കിൽ അതിന് ഡ്രോയിങ്സ് എന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ഞാനൊരു 10 ലക്ഷം ബിസിനസ്സിലേക്ക് ഇട്ടു, എൻ്റെ ബിസിനസ് നല്ല ലാഭം കിട്ടി. ഈ ലാഭം ഞാൻ പിൻവലിക്കൂലേ? എൻ്റെ ഒരു സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി, എൻ്റെ വീട്ടിലുള്ള കറണ്ട് ബില്ല് അടയ്ക്കാൻ, വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ ഞാൻ പൈസ ബിസിനസ് നല്ല എടുക്കുക. കാരണം എൻ്റെ വരുമാന സ്രോതസ് ബിസിനസ് അല്ലേ, അവിടുന്നാണ് എനിക്ക് ഇൻകം കിട്ടുന്നത്. സോ അവിടുന്ന് ഓണർ സ്വന്തം ആവശ്യത്തിന് പൈസ എടുക്കുകയാണെങ്കിൽ, അത് ലാഭമായാലും നഷ്ടമായാലും ബിസിനസ് എന്നാണ് പൈസ എടുക്കുന്നതെങ്കിൽ അതിനെന്താ പറയുക? ഡ്രോയിങ്സ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? ലയബിലിറ്റി. ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ബാധ്യത. എന്താ ബാധ്യത എന്ന് പറഞ്ഞാൽ, നമുക്ക് ഒരാൾക്ക് കടം കൊടുക്കാൻ, അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ഇങ്ങോട്ട് കിട്ടാനല്ല അങ്ങോട്ട് കൊടുക്കാനുണ്ടെങ്കിൽ, ബാങ്കിലെ ലോണ്, കടക്കാർ, നമ്മൾ കടത്തിനാണ് സാധനം വാങ്ങുന്നത്. നമ്മളൊരു 100
അംബ്രല്ല വാങ്ങി, അല്ലെങ്കിൽ ഒരു 1000 ഷർട്ടും പാൻസും നമ്മുടെ ബിസിനസ് ഷോപ്പിലേക്ക് വാങ്ങി. സോ അങ്ങനെ വാങ്ങുമ്പോൾ എന്ത് ചെയ്തു, നമ്മൾ 2 ആഴ്ച കടം പറഞ്ഞു, അല്ലെങ്കിൽ ഒരു മാസം കഴിഞ്ഞിട്ട് ഇതിന് പൈസ തരാമെന്ന് പറഞ്ഞു. സോ അങ്ങനെ കടത്തിന് വാങ്ങൂലേ, അതെല്ലാം എന്താണ്, ഈ ലയബിലിറ്റിയിലാണ് പെടുന്നത്. അപ്പം ഈ ഇൻകം, ക്യാപിറ്റൽ, ലയബിലിറ്റി, അതിന് പുറമെ എന്തുണ്ട്, ഡ്രോയിങ്സ് ഉണ്ട്. സോ ഇത് 3ഉം ക്രെഡിറ്റ് അല്ലേ കൂടുന്ന സമയത്ത് ചെയ്യേണ്ടത്. സോ ക്യാപിറ്റൽ ക്രെഡിറ്റ് ആണ്, ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ചെയ്യണം. പക്ഷേ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ക്യാപിറ്റലിന് പിൻവലിക്കുന്നതല്ലേ, നമ്മുടെ ബിസിനസ്സിൽ ഓണർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ പിൻവലിക്കുന്നവയാണെന്ന് പറയുന്നത് ഡ്രോയിങ്സ്. അപ്പോൾ ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ് ആകുമ്പോൾ ഡ്രോയിങ്സ് കൂടുമ്പോൾ എന്ത് ചെയ്യണം, ഡെബിറ്റ്. കാരണം ക്യാപിറ്റലിന് നേരെ ഓപ്പോസിറ്റ് അല്ലേ ഡ്രോയിങ്സ്. അപ്പോൾ ഈ ഡ്രോയിങ്സ് എവിടെ വരും, ഇപ്പുറം സൈഡിൽ വരും. അതാണ് ഡ്രോയിങ്സ് എക്സ്പെൻസ് അസറ്റ്. അപ്പോൾ എ എന്നുള്ളത് എന്ത് ചെയ്യും, DE എന്നാക്കാം, എന്താ, ഡീലറിൻ്റെ. ഇനി L എന്താ, ലയബിലിറ്റി. അതോടെ തന്നെ R എന്ന് പറയുമ്പോൾ എന്താണ്, റവന്യൂ. ദെൻ E എന്ന് പറയുന്നത് എന്താണ്, എംപ്ലോയർ അല്ലെങ്കിൽ എന്റർപ്രണർ. ഇത് രണ്ടും എന്താ, എംപ്ലോയർ ആണ് നമ്മുടെ ബിസിനസിന്റെ ഓണർക്കാണ് എംപ്ലോയർ എന്ന് പറയാം, അല്ലെങ്കിൽ എന്റർപ്രണർ എന്ന് നമുക്ക് E കൊണ്ട് എന്ത് ചെയ്യാം, ഉദ്ദേശിപ്പിക്കാം. അപ്പൊ D എന്ന് പറയുമ്പോൾ എന്താണ്, D എന്ന് പറയുന്നത് എന്താണ്, ഡ്രോയിങ്സ്, എക്സ്പെൻസ്, അസറ്റ്, ലയബിലിറ്റി, എന്റർപ്രണർ, R എന്താണ്, റവന്യൂ. സോ ഇതെന്താ, ഇതെല്ലാം കൂടുമ്പോൾ ഡെബിറ്റും കുറയുമ്പോൾ ക്രെഡിറ്റും, ഇത് കൂടുമ്പോൾ ക്രെഡിറ്റും ഇത് കുറയുമ്പോൾ ഡെബിറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് ഇതിനെ നമുക്ക് യൂസ് ചെയ്യാം എന്നുള്ളത്. അഥവാ ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ അതിനെ എന്ത് ഡെബിറ്റ് ചെയ്യണം, അതുപോലെ തന്നെ എന്ത് ക്രെഡിറ്റ് ചെയ്യണം. സോ നമുക്ക് നോക്കാം, വളരെ സിമ്പിളാണ്. ഒരു ട്രാൻസാക്ഷൻ എടുക്കുകയാണ്, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. എന്താണ് സ്റ്റാർട്ടഡ് ബിസിനസ്, അഥവാ ഒരു ബിസിനസ് എന്ത് ചെയ്തു, നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തു. ഒരു ബിസിനസ് എന്ത് ചെയ്തു, നമ്മൾ തുടങ്ങുകയാണ്. സോ തുടങ്ങുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്തു, 30,000 രൂപ ക്യാഷ് കൊടുത്തിട്ടാണ് ബിസിനസ് തുടങ്ങുന്നത്. സോ ഇവിടെ നമുക്ക് 2 കാര്യങ്ങളാണ് ഉണ്ടാവുന്നത്. എന്താണ്, ഒന്നാമത്തെ കാര്യം എന്താ, ക്യാഷ് വെച്ചിട്ട്, അഥവാ ക്യാഷ് ബിസിനസ്സിലേക്ക് വരുമ്പോൾ ക്യാഷ് ഒരു അസറ്റ് അല്ലേ, സോ അസറ്റ് വർദ്ധിക്കും. രണ്ടാമത്തത് എന്താണ്, ബിസിനസ്സിലേക്ക് ആരാ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക, ഓണർ അല്ലേ, ബിസിനസ്സിന് ഓണർ അല്ലേ പൈസ ഇൻവെസ്റ്റ് ചെയ്യുക. സോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെന്താ, ഓണർ കൊണ്ടുവന്ന പൈസക്ക് ക്യാപിറ്റൽ എന്ന് പറയും. അപ്പോൾ ക്യാപിറ്റൽ വർദ്ധിച്ചു. അതോടൊപ്പം ക്യാപിറ്റൽ എങ്ങനെയാണ് വർദ്ധിച്ചത്, ക്യാഷ് ആയിട്ടാണ് ക്യാപിറ്റൽ വർദ്ധിച്ചുള്ളത്. അപ്പോൾ ക്യാഷ് ആയ അസറ്റ് കൂടുകയും ക്യാപിറ്റൽ വർദ്ധിക്കുകയും ചെയ്തു. ക്യാഷ് അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്, ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്. നമ്മൾ പഠിച്ചില്ലേ, എന്താണ്, അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റും ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റും ആണ്. അപ്പോൾ എന്താ ജേർണൽ എൻട്രി വരിക, സിമ്പിളാണ്. എന്താ, ക്യാപിറ്റൽ കൂടുമ്പോൾ ക്രെഡിറ്റ്, ക്യാഷ് ആയ അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റ്. സോ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റത്തെ ആദ്യം റെക്കോർഡ് ചെയ്യുക. എന്താണ്, ക്യാഷ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാപിറ്റൽ. എന്താണ്, ക്രെഡിറ്റ് സൈഡ്. അഥവാ ആദ്യത്തേത് ഡെബിറ്റ് സൈഡും രണ്ടാമത്തേത് ക്രെഡിറ്റും. സോ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റത്തെ ആദ്യം എഴുതിയിട്ട് അതിൻ്റെ കൂടെ DR എന്ന് കൊടുക്കുക. ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റത്തിന് കുറച്ച് സ്പേസ് കൊടുത്തിട്ട് 2 എന്ന് കൊടുത്തിട്ട് എന്ത് ചെയ്യുക, ക്രെഡിറ്റ് ചെയ്യുക. എന്നിട്ട് ഡെബിറ്റ് കോളത്തിൽ നമ്മൾ എന്ത് ചെയ്യുക, എമൗണ്ട് ചെയ്ത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടന്നത് എത്രയാണ്, 30,000 ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 30,000 രൂപ നമ്മൾ എന്ത് ചെയ്യും, ഡെബിറ്റ് സൈഡിൽ, ക്രെഡിറ്റ് സൈഡിൽ 30,000 കൊടുക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഈ ട്രാൻസാക്ഷൻ നടന്ന ഡേറ്റ് 1 ജാനുവരി 2022. നമുക്ക് ക്വസ്റ്റ്യൻ ഡേറ്റ് തരും, ആ ഡേറ്റ് അനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ചെയ്യാം. ഇതാണ് ജേർണൽ എൻട്രിയുടെ ഫോർമാറ്റ്. എങ്ങനെയാണ്, ഡേറ്റ് വരും, പർട്ടിക്കുലേഴ്സ് വരും, ഡെബിറ്റും ക്രെഡിറ്റും. ഇതിനിടയ്ക്ക് നമുക്കൊരു കുഞ്ഞു കോളം വേണമെങ്കിൽ കൊടുക്കാം. എന്താണ്, ലെഡ്ജർ ഫോളിയോ എന്ന് പറഞ്ഞിട്ട്. അത് ജസ്റ്റ് നമുക്ക് കാണിക്കാൻ വേണ്ടി, വെറുതെ ഒരു രസത്തിന് വേണ്ടി കൊടുത്താൽ മാത്രം മതി. സോ ഈ ഫോർമാറ്റ് നിങ്ങൾ മറക്കരുത്. നമ്മൾ വളരെ വൃത്തിയിൽ ഇത് പ്രസൻറ്റ് ചെയ്യണം. അതെന്തുകൊണ്ടാണ് വൃത്തിയിൽ പ്രസൻറ്റ് ചെയ്യണം എന്ന് പറയുന്നത്, ഇത് കാണുമ്പോൾ തന്നെ ഓക്കെ, ഇവനെല്ലാം അറിയുന്ന നല്ല വൃത്തിയുള്ളൊരു ചെക്കനാണ് അല്ലെങ്കിൽ കുട്ടിയാണെന്ന് എന്ത് ചെയ്യണം, നമ്മളെ ആൻസർ ഷീറ്റ് വാല്യൂ ചെയ്യുന്ന ആൾക്ക് എന്ത് ചെയ്യണം, തോന്നണം. സോ അതുകൊണ്ട് ഡേറ്റ്, ഫോർമാറ്റ്, പർട്ടിക്കുലേഴ്സ്, ലെഡ്ജർ ഫോളിയോ, ഡെബിറ്റ്, ക്രെഡിറ്റ്, നല്ല കോളമൊക്കെ വരച്ച് കള്ളിയൊക്കെ വരച്ച് വൃത്തിയായിട്ട് എന്ത് ചെയ്യാം, എഴുതണം. സോ അവിടെ ഡെബിറ്റ് ചെയ്യുന്ന ഐറ്റം ആദ്യവും പിന്നെ ക്രെഡിറ്റ് ചെയ്യുന്ന ഐറ്റംസ് എന്ത് ചെയ്യാം, നമ്മൾ റെക്കോർഡ് ചെയ്യാം. ഇനി മറ്റൊരു എക്സാമ്പിളും ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട്. ഒരു ബാങ്ക് അക്കൗണ്ട് എന്ത് ചെയ്തു, ഓപ്പൺ ചെയ്തു. ഒരു ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും, ബാങ്കിൽ നമ്മൾ പൈസ ഡെപ്പോസിറ്റ് ചെയ്യണ്ടേ, എന്ത് ചെയ്യണം, ബാങ്കിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, പൈസ ഡെപ്പോസിറ്റ് ചെയ്യണം. സോ ബാങ്കിൽ പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് ബാങ്കിലെ ബാലൻസ് കൂടും. നമ്മളെ കയ്യിലുള്ള പൈസ എടുത്തിട്ടല്ലേ ബാങ്കിൽ ഇടുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിലത്തെ ക്യാഷ് കുറയും. അപ്പോൾ ക്യാഷ് ഫിസിക്കലായിട്ടുള്ള, അഥവാ കയ്യിലുള്ള ക്യാഷ് കുറയുകയും ബാങ്കിലെ ക്യാഷ് കൂടുകയും ചെയ്യും. ബാങ്ക് അസറ്റാണ്, ക്യാഷും അസറ്റാണ്. ബാങ്ക് കൂടുമ്പോൾ ബാങ്കിന് ഡെബിറ്റ്, ക്യാഷ് കുറയുമ്പോൾ ക്യാഷിനെ ക്രെഡിറ്റ് അല്ലേ. അസറ്റ് കൂടുമ്പോൾ ഡെബിറ്റും കുറയുമ്പോൾ ക്രെഡിറ്റും. സോ അപ്പോൾ എന്ത് ചെയ്യണം, ബാങ്കിന് നമ്മൾ ഡെബിറ്റ് ചെയ്യണം. എന്താണ്, ബാങ്ക് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. നമ്മൾ എമൗണ്ട് എഴുതുന്നു. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. സോ ഇവിടെ എമൗണ്ട് 12,000 ആണ്. സോ എമൗണ്ട് എത്രയാണ്, ഇവിടെ 12,000, ഇവിടെ 12,000. സോ നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റ് രണ്ടാമത്തെ ഡേ കൊടുക്കാം, 2 ജാനുവരി 2022. ഇനി ഒരു ട്രാൻസാക്ഷൻ കൂടി എന്ത് ചെയ്യാം, ഞാൻ പറഞ്ഞുതരാം. പർച്ചേസ്ഡ് ഫർണിച്ചർ പർച്ചേസ് ചെയ്തു. ഫർണിച്ചർ പർച്ചേസ് ചെയ്യുമ്പോൾ, ഫർണിച്ചർ വാങ്ങുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ഫർണിച്ചർ അല്ലേ വർദ്ധിക്കുന്നു അല്ലേ. നമ്മുടെ കയ്യിൽ ഒരു ഫർണിച്ചർ എത്തി. ഈ ഫർണിച്ചർ വാങ്ങുമ്പോൾ എന്ത് കൊടുക്കണം, ക്യാഷ് കൊടുക്കണം. സോ ക്യാഷ് കുറയില്ലേ. ഫർണിച്ചർ കൂടുമ്പോൾ ഫർണിച്ചറിനെ ഡെബിറ്റ് ചെയ്യണം. സോ ഫർണിച്ചർ അക്കൗണ്ട് ഡെബിറ്റ് ടു എന്താണ്,
ക്യാഷ് അക്കൗണ്ട്. സോ ക്യാഷ് എന്ത് ചെയ്യുന്നു പോകുന്നു. സോ എത്ര എമൗണ്ടിൻ്റെ ഫർണിച്ചറാണ് 2000 രൂപൻ്റെ. സോ 2000 റുപ്പീസ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ട്രാൻസാക്ഷൻ ആണ് ഇത് പർച്ചേസ്ഡ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നത്. സോ അസറ്റ് വാങ്ങുമ്പോൾ അസറ്റിനെ ഡെബിറ്റ് ചെയ്യണം. പക്ഷേ ഗുഡ്സ് വാങ്ങുമ്പോൾ സെയിൽ ചെയ്യാൻ വേണ്ടി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? ആ പർച്ചേസിനെയാണ് ഡെബിറ്റ് ചെയ്യുന്നത്. കാരണം പർച്ചേസ് ഈസ് എൻ എക്സ്പെൻസ്. ഫർണിച്ചറുകളൊക്കെ എന്താണ്? അസറ്റുകളാണ്. പർച്ചേസ് ഓഫ് ഗുഡ്സ് ഈസ് എൻ എക്സ്പെൻസ്. പർച്ചേസ് ഓഫ് അസറ്റ് എന്താണ്? അത് അസറ്റിൻ്റെ ഇൻക്രീസുകളായിരിക്കും. സോ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് ചെയ്യണം? അതേപോലെ ഡെബിറ്റ് ചെയ്യണം. നേരത്തെ ഫർണിച്ചറിന് ഡെബിറ്റ് ചെയ്തതിന് പകരം എന്ത് ചെയ്തു? നമ്മൾ പർച്ചേസിന് എന്ത് ചെയ്തു? ഡെബിറ്റ് ചെയ്തു. എന്ത് കൊടുത്തിട്ടാ? ക്യാഷ് കൊടുത്തിട്ടല്ലേ നമ്മൾ പർച്ചേസ് ചെയ്യുക. സോ ടു ക്യാഷ് അക്കൗണ്ട്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെബിറ്റ് ടു ക്യാഷ് അക്കൗണ്ട്. എത്ര രൂപക്കാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്? 10000 രൂപക്കാണ്. സോ 10,000 റുപ്പീസിന് നമ്മൾ എന്ത് ചെയ്തു? 10,000 റുപ്പീസിന് എന്ത് ചെയ്തു? പർച്ചേസ് ചെയ്തു. ഇതാണ് നമ്മുടെ ജേണൽ എൻട്രീസ്. സോ ജേണൽ എൻട്രീസിൻ്റെ എക്സാമ്പിളും ചെയ്തിട്ടുണ്ട്. ജേണൽ എൻട്രീസിൻ്റെ കൺസെപ്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ ജേണൽ എൻട്രീസിൻ്റെ ക്വസ്റ്റ്യൻസുള്ള ഒരു വീഡിയോ നമ്മൾ വീണ്ടും ഈ ഒരു ചാനലിൽ ചെയ്യുന്നുണ്ട്. സോ കൂടുതൽ വീഡിയോസിനായി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യാം? ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. ബൈ ബൈ.